നമസ്കാരം. ജോയിൻസ് എന്ന ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയിൻസ് എന്ന വിഷയമാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. മലയാളത്തിൽ നമ്മളതിനെ സന്ധികളെന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഭാഗം തന്നെയാണ് സന്ധികൾ. ഏകദേശം 230ഓളം ജോയിൻസുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. 230ഓളം ജോയിൻസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം എന്താണ് ജോയിൻസ്? ജോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അസ്ഥികൾക്ക് ഇടയിലുള്ള ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനാണ് നമ്മൾ ജോയിൻസ് ഇസ് എ പോയിന്റ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ടു ബോൺസ്. രണ്ട് അസ്ഥികൾ തമ്മിൽ ചേരുന്ന ആ ഒരു കണക്ഷൻ, ആ പോയിന്റിനെ പറയുന്നതാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആദ്യമേ പറഞ്ഞു 230ഓളം ജോയിൻസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പം അതിലെന്തൊക്കെയാണ് ഉള്ളത്? കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹോൾഡ് ദി ബോൺസ് ടുഗദർ ആൻഡ് എൻഷുർ ദി സ്റ്റെബിലിറ്റി ഓഫ് ജോയിൻസ്. ആ ജോയിൻസിന്റെ സ്റ്റെബിലിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോയിൻസ്, സന്ധികൾ ഉപകാരപ്പെടുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഭാഗങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഷുവറായിട്ടും എല്ലാ പരീക്ഷയ്ക്കും കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരുകൾ, അതിൻ്റെ ധർമ്മം, അത് ഏത് ഭാഗത്താണ്, ഏതൊക്കെ തരം ജോയിൻറ്റുകളാണ് ഉള്ളത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം, നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. ഇപ്പോൾ ജോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ഷൻ ബിറ്റ്വീൻ ടു ബോൺസ്. ആ രണ്ട് അസ്ഥികളുടെ കണക്ഷൻ്റെ ആ പോയിന്റിനെ പറയുന്ന പേരാണ് ജോയിൻസ് എന്ന് പറയുന്നത്. നമുക്ക് 230ഓളം ജോയിൻസ് ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ നമുക്ക് നേരിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. അതിന് ഏതൊക്കെ തരത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, തരം തിരിച്ചിരിക്കുന്നത്, ഏതൊക്കെ ടൈപ്പാണ് നമുക്ക് അത് ഫങ്ഷണലായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ധർമ്മത്തിനനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഇമ്മൂവബിൾ ഓർ ഫിക്സ്ഡ് ജോയിൻസ് എന്ന് പറയും. ചലനമില്ലാത്ത ജോയിൻറ്റുകളാണ്. സൈനോആർത്രോസിസ് അല്ലെങ്കിൽ അതിനെ ഫൈബ്രസ് എന്ന് പറയും. അതെന്താ പറഞ്ഞാൽ ഇമ്മൂവബിൾ, ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഫിക്സ്ഡ് ആയിട്ടുള്ള ജോയിൻറ്റുകളാണ്. ദീസ് ജോയിൻറ്റ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ ടഫ് ടിഷ്യൂ വിച്ച് ഡെവലപ്പ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്യുന്ന ടഫ് ടിഷ്യൂ ആണ് ആ ഇമ്മൂവബിൾ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ക്രാനിയം, അതുപോലെ തന്നെ പെൽവിസ്. ക്രാനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കള്ളിൽ വരുന്നതാണ് ക്രാനിയം. അതൊന്നും മൂവബിൾ ആവില്ല, ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിൻറ്റ്സുകളാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ പെൽവിസും ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് ജോയിൻറ്റ് വരുന്നത് ഇമ്മൂവബിൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് ജോയിൻറ്റ്സുകളാണ്. ഇനി അത് കഴിഞ്ഞാൽ ഫങ്ഷണലായിട്ട് ഇനി കുറച്ചുകൂടി അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ചെറുതായിട്ട് ചലനമുള്ള ജോയിൻറ്റ്സുകളുണ്ട്. ആംഫിയാർത്രോസിസ് ഓർ കാർട്ടിലേജിനസ് എന്ന് പറയും. അവിടെ എന്താണ് വരുന്നത്? ഹിയർ മൂവ്മെന്റ് ഈസ് നീഡഡ് ബട്ട് ഓൺലി ദി സർട്ടൻ പോയിന്റ്. ആ സർട്ടൻ പോയിന്റുകളിൽ മാത്രം സ്ലൈറ്റ് ആയിട്ട് മൂവ് ആവുന്ന ജോയിന്റുകളാണ് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമതാണ് സ്ലൈറ്റ്ലി മൂവ്മെന്റ് ജോയിൻറ്റ്സ്. അത് എവിടെയാണ് വരുന്നത്? വെർട്ടിബ്രൽ കോളം. ഇൻഡിവിജ്വൽ വെർട്ടിബ്രേ ആർ സെപ്പറേറ്റഡ് ബൈ കാർട്ടിലേജ്. വെർട്ടിബ്രൽ കോളത്തിലാണ് ആ സ്ലൈറ്റ്ലി മൂവബിൾ ആയിട്ടുള്ള ജോയിന്റുകൾ വരുന്നത്. ഓക്കെ, അപ്പം ഏത് ഭാഗത്താണ്, ഏത് തരം ജോയിന്റുകളാണെന്ന് പഠിച്ചു പോകണം. ക്രൈനിയത്തിലും പെൽവിസിലും വരുന്നത് ഇമ്മൂവബിൾ ജോയിൻറ്റ്സ്, വെർട്ടിബ്രൽ കോളത്തിൽ വരുന്നത് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ്സ് ആണ്. ഇനി അടുത്തത് വരുന്നത് ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സ് ആണ്. ഫ്രീലി മൂവബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഡൈആർത്രോസിസ് ഓർ സൈനോവിൽ ജോയിൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സിൽ നമുക്ക് എന്താണ്? ദീസ് ജോയിൻറ്റ്സ് ആർ ആൾസോ കാൾഡ് സൈനോവിയൽ ആൻഡ് അലോ മൂവ്മെന്റ് ടേക്ക് പ്ലേസ്. നമ്മുടെ ശരീരത്തിൽ മൂവ്മെന്റിന് സഹായമാവുന്ന ജോയിന്റുകളാണ് ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സ്. അപ്പം 3 ടൈപ്പാണ് നമുക്ക് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഇമ്മൂവബിൾ ജോയിൻറ്റ്സ് ഉണ്ട്, ക്രേനിയത്തിലും പെൽവിസിലും വരുന്നത് ഇമ്മൂവബിൾ ജോയിൻറ്റ്സ്. സ്ലൈറ്റ്ലി മൂവ്മെന്റ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് എവിടെ വരുന്നത്? സ്ലൈറ്റ് ആയിട്ട് മൂവ്മെന്റ് ഉള്ളത് വെർട്ടിബിൾ കോളത്തിൽ വരുന്ന ജോയിന്റുകൾ. അതുപോലെ തന്നെ ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സ്, നമ്മുടെ ശരീരത്തിൽ ഫ്രീ ആയിട്ട്, നമ്മുടെ ശരീരത്തിൽ ചലനങ്ങൾക്ക് സഹായമാകുന്നതാണ് ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സ് പറഞ്ഞിട്ടില്ല. സൈനോവിൽ ജോയിൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഫങ്ഷണലായിട്ട് 3 ഉള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ എന്താ വരുന്നത്? സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഫൈബേഴ്സ് ജോയിന്റ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഇമ്മൂവബിൾ ഓർ ഫിക്സ്ഡ് ഓർ സൈനോ ആർത്രോസിസ് എന്ന് പറയുന്നുണ്ട്. അപ്പം
സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ എന്താണ് ആ സ്ട്രക്ചറിൽ ഫൈബ്രസ് ജോയിന്റ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയാം. ലാക്ക് സൈനോവിൽ കാവിറ്റി. നമ്മുടെ ശരീരത്തിൽ സൈനോവിൽ കാവിറ്റി എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സൈനോവിൽ കാവിറ്റിയുടെ അഭാവം, അതിൻ്റെ കുറവ് മൂലം നമ്മുടെ അസ്ഥികൾക്ക് ചലനമോ അല്ലെങ്കിൽ അതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത് ആർട്ടിക്കുലേഷൻ ബോൺസ് ആർ ഹെൽഡ് വെരി ക്ലോസ്ലി ടുഗദർ. ഏറ്റവും ഈ സൈനോവിൽ കാവിറ്റി, സൈനോവിൽ മെംബ്രെൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലുകൾ തമ്മിൽ അധികം പരസ്പരം മുട്ടാതെ നിൽക്കുന്നത്. അത് പരസ്പരം ഇടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഡ് പോലെയാണ് സൈനോവിൽ കാവിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ സൈനോവിൽ കാവിറ്റിയുടെ കുറവ് മൂലം ഈ എല്ലുകൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് വരും. ബൈ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഫൈബ്രസ് ജോയിന്റ്സ് പെർമിറ്റ് ലിറ്റിൽ ഓർ നോ മൂവ്മെന്റ്സ്. അത്തരം സാഹചര്യം വരുമ്പോൾ ഈ ഫൈബ്രസ് ജോയിന്റുകളാണ്, ഫൈബ്രസ് ടിഷ്യൂ ആണ് അതിനെന്ത് ചെയ്യുന്നത്, ചെറിയൊരു ചലനത്തിന് വേണ്ടി സഹായിക്കുന്നത് ഫൈബ്രസ് ജോയിന്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്നത് ഫൈബ്രസ് ജോയിന്റ് ആണ്. അവിടെ ഇമ്മൂവബിൾ ആയിട്ട് വരുന്നുണ്ട്, അത് ഫിക്സ്ഡ് വരുന്നുണ്ട്, സൈനോആർത്രോസിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൈനോവിൽ കാവിറ്റിയുടെ അഭാവം മൂലം എല്ലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ ഒരു നേരിയ ചലനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായമാവുന്നതാണ് ഫൈബ്രസ് ജോയിൻറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ടൈപ്പിലേക്ക് പോവാം. 3 ടൈപ്പാണ് ജോയിൻറ്റുകൾ ഉള്ളത്. സ്വിച്ചേഴ്സ് വരുന്നുണ്ട്. സ്വിച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് എവിടെയാണ് സ്വിച്ചേഴ്സ് എന്ന് വരുമ്പോൾ എവിടെയാണ് വരുന്നത്, സ്വിച്ചേഴ്സ് ഓഫ് ഫൈബ്രസ് ജോയിന്റ് എവിടെ വരുന്നത്, നമുക്ക് നമ്മുടെ തലയൊട്ടിയിൽ അല്ലേ, ഫണ്ട് ബിറ്റ്വീൻ ദി ബോൺസ് ഓഫ് ദി സ്കൾ ബോൺസിൽ വരുന്നതാണ് സ്വിച്ചേഴ്സ് എന്ന് വരുന്നത്. അവിടെ ഇത് പറഞ്ഞ പോലെ ഫിക്സ്ഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ തിൻ ലെയർ ഓഫ് ഫൈബ്രസ് ലെയർ ബിറ്റ്വീൻ ദി ആർട്ടിക്കുലേഷൻ ബോൺസ്, ഒരു ചെറിയൊരു ലെയറാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഫൈബ്രസ് ജോയിൻറ്റിൻ്റെ ഒരു ടൈപ്പ് സ്വിച്ചേഴ്സ് ആണ്, നമ്മുടെ സ്കൾ ബോണിൽ കാണുന്നതാണ് സ്വിച്ചേഴ്സ്. ഇനി സിൻഡോസ്മോസസ് എന്ന് പറയുന്നുണ്ട്. അതെവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ എല്ലുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബുലാർ സിൻഡോസിസ് പറയുന്നുണ്ട്. നമ്മുടെ കൈയിൻ്റെ അസ്ഥികളുടെ ജോയിന്റുകളിൽ വരുന്നതാണ് സിൻഡമോസസ് എന്ന് പറയുന്നത്. അടുത്തത് ഗോംഫോസസ് എന്ന് പറയുന്നത് ആ ഒരു ജോയിന്റ് എവിടെയാണ് വരുന്നത്, നമ്മുടെ പല്ലുകൾക്ക് പെഗ് ഇൻ സോക്കറ്റ് ടൈപ്പ് ജോയിന്റ് എന്നാണ് അതിന് പറയുന്നത്. ഗോംഫോസസിന്റെ പെഗ് ഇൻ സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകൾ എവിടെയാണ് അത് എവിടെ കാണപ്പെടുന്നത്, ടീത്ത് ആൻഡ് ഹെർ സോക്കറ്റ്, നമ്മുടെ പല്ലും അതിൻ്റെ സോക്കറ്റിലും ഉണ്ടാകുന്ന നമ്മുടെ ഇപ്പം മാൻഡിബിളിലാണെങ്കിലും മാക്സിലാണെങ്കിലും കാണപ്പെടുന്ന ആ ഒരു ജോയിന്റുകൾ അതിന് പറയുന്നതാണ് ഗോംഫോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പെഗ് ഇൻ സോക്കറ്റ് ടൈപ്പ് ജോയിന്റ് ആണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് സ്ട്രക്ചറലായിട്ട് വരുന്നത് ഫൈബ്രസ് ജോയിന്റ് 3 ടൈപ്പാണ്. സ്വിച്ചേഴ്സ് വരുന്നത് സ്കൾ ബോണിൽ വരുന്നുണ്ട്. സിനിമസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ബോണിൻ്റെ ജോയിന്റുകളിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഗോംഫോസസ് എന്ന് പറഞ്ഞാൽ പല്ലുകളുടെ ജോയിന്റ് പെഗ് ഇൻ സോക്കറ്റ് ടൈപ്പ് ജോയിന്റുകളാണ് വരുന്നത്. 3 ടൈപ്പാണ് ഫൈബ്രസ് ജോയിന്റുകൾ ഉള്ളത്. അടുത്ത ടൈപ്പ് നമുക്ക് വരുന്നത് കാർട്ടിലേജനസ് ജോയിന്റുകളാണ് വരുന്നത്. സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്സ് എന്ന് പറയും, അതല്ലെങ്കിൽ ആംഫി ആർത്രോസിസ് എന്ന് പറയും. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചു അതെന്താണ്, ഫൈബ്രസ് ജോയിന്റ് അത് ഇമ്മൂവബിൾ ആണ്, ഫിക്സ്ഡ് ജോയിന്റുകളാണ്. അതിന് അടുത്തത് വരുന്നത് കാർട്ടിലേജനസ് ജോയിന്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മൂവ്മെന്റ് ആയിട്ടുള്ള ജോയിന്റുകളാണ് വരുന്നത്. അതെവിടെയൊക്കെയാണ് വരുന്നത്, അതും ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലാക്ക് എ സൈനോവിൽ കാവിറ്റിയുടെ അഭാവം മൂലം അല്ലെങ്കിൽ കുറവ് മൂലം അലോ ലിറ്റിൽ മൂവ്മെന്റ്, ചെറുതായിട്ട് ചലനത്തിന് സഹായിക്കും. ജോയിന്റ്സ് ഈസ് ടൈറ്റ്ലി കണക്റ്റഡ് ബൈ കാർട്ടിലേജ് കണക്ട് ആയിട്ടുള്ളതാണ് നമുക്ക് കാർട്ടിലേജസ് ജോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈപ്പുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പാണ് ഉള്ളത്, സിങ്കോൺട്രോസസ് അതേപോലെ തന്നെ സിംഫൈസിസ് എന്ന് പറയുന്നത്. അതിലേക്ക് വരുമ്പോൾ നമുക്ക് കാർട്ടിലേജ് ഇതിൻ്റെ ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, സിങ്കോൺട്രോസസ് കാണപ്പെടുന്നത് നമ്മുടെ റിബ്സിലാണ്, നമ്മുടെ വാരിയെല്ലുകളിലെ ഹയാലിൻ കാർട്ടിലേജ് ജോയിന്റ് ദി ആർട്ടിക്കുലേഷൻ ബോൺസ് എവിടെ ടെമ്പററി ആയിട്ടുണ്ടാവും, അത് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുണ്ടാവും, അല്ലേ.
നമ്മുടെ ഗ്രോയിങ് ബോൺ ജോയിന്റ് ബിറ്റ്വീൻ ഫസ്റ്റ് റിബ് ആൻഡ് സ്റ്റേണം. നമ്മുടെ സ്റ്റേണത്തിൽ ഫസ്റ്റ് റിബും സ്റ്റേണവും തമ്മിലുള്ള ആ കണക്ഷനിലാണ് ആ ജോയിന്റാണ് നമുക്ക് സിങ്കോൺഡ്രോസസ് എന്ന് പറയുന്നത്. അപ്പം കാർട്ടിലേജ് ജോയിന്റ്സിന്റെ ടൈപ്പിൽ ഫസ്റ്റ് കാർട്ടിലേജ് ജോയിന്റ് പറയുന്നത് സിങ്കോൺഡ്രോസസ് ആണ്. അത് കാണപ്പെടുന്നത് ജോയിന്റ്സ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് റിബ് ആൻഡ് സ്റ്റേണവും ഫസ്റ്റ് റിബും തമ്മിലുള്ള ജോയിന്റിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത കാർട്ടിലേജ് ജോയിന്റ് എന്ന് പറയുന്നത് സിംഫൈസസ് പറഞ്ഞത്. അപ്പം അതെവിടെയാണ് വരുന്നത്? അത് കാണപ്പെടുന്നത് നമ്മുടെ പ്യൂബിക് സിംഫസിസിൽ വരുന്നത്, നമ്മുടെ പ്യൂബിക് ഏരിയയിലാണ് കാണപ്പെടുന്നത്. അത് ഒരു ഫൈബ്രോ കാർട്ടിലേജ് ജോയിന്റ് ആണ്. ഒരു ആർട്ടിക്കുലേറ്റിംഗ് ബോൺസ്, അത് ഒരു സ്ലൈറ്റ് മൂവ്മെന്റ് അലോ ചെയ്യുന്ന ടൈപ്പാണ് സിംഫസിസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പാണ് കാർട്ടിലേജ് ജോയിന്റുകളും ഉള്ളത്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജസ് ജോയിന്റ്. ഇനി അടുത്തത് വരുന്നത് സൈനോവിയൽ ജോയിന്റ് ആണ്. സൈനോവിയൽ ജോയിന്റ് ആണ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി മീൻസ് അത് ഏതൊക്കെ ഭാഗത്താണ് വരുന്നത് നമുക്ക് നന്നായിട്ട് ഓർത്ത് വെക്കേണ്ടത് ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു സൈനോവിയൽ ജോയിന്റ്സ് ആണ്. സൈനോവിയൽ ജോയിന്റ്സ് പറഞ്ഞാൽ എന്താണ്? സൈനോവിയൽ ജോയിന്റ്സ് ആർ highly movable and have a synovial capsule. നേരത്തെ പറഞ്ഞത് നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതിനെ ഹാവ് എ സൈനോവിയൽ ക്യാപ്സ്യൂൾ ഉള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് മൂവ്മെന്റ് സഹായിക്കുന്നതാണ് സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഫ്രീലി മൂവബിൾ ജോയിന്റ്സ് ആണ് ഡയാർത്രോസിസ് എന്ന് പറയുന്നത്. സറൗണ്ടിങ് ദി എൻറ്റയർ ജോയിന്റ്, എല്ലാ ജോയിന്റിലും എല്ലാ ജോയിന്റുകളും ഈ സൈനോവിയൽ ജോയിന്റുകൾ ഫ്രീ ആയിട്ട് മൂവ്മെന്റ് ചെയ്യുന്നത്. സൈനോവിയൽ മെംബ്രെയിൻ, അത് നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട് വിച്ച് സെക്രീറ്റ്സ് ദി സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ മൂവ്മെന്റിന് സഹായിക്കുന്നത് സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് മൂവ്മെന്റിന് സഹായിക്കുന്നത്. അതൊരു ലൂബ്രിക്കേറ്റിംഗ് പോലത്തെ ഒരു ലിക്വിഡാണ്. അതിനെ അതിനെ കാർട്ടിലേജിന് പൊതിഞ്ഞിട്ട് ഒരു പാഡ് പോലെയാണ് കാണപ്പെടുന്നത്. ദി കാർട്ടിലേജ് നോൺ ആസ് എ ഹയാലിൻ കാർട്ടിലേജ് വിച്ച് പാഡ്സ് ദി എൻഡ് ഓഫ് ദി ആർട്ടിക്കുലേറ്റിംഗ് ബോണ്ട്. എല്ലാ അസ്ഥികളിലും ഇപ്പോൾ ഫ്രീലി മൂവ്മെന്റ് ഉള്ള അസ്ഥികളുടെ എല്ലാ എൻഡ് ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു മെംബ്രെയിൻ ഉണ്ടാവും, ഒരു പാഡ് ഉണ്ടാവും. അത് സൈനോവിയൽ മെംബ്രെയിൻ ആണ്. അത് ഹയലിൻ കാർട്ടിലേജ് ആണ്. അതിപ്പം സൈനോവിയൽ ജോയിന്റ്സ് പറയുമ്പോൾ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ജോയിന്റുകളാണ്. നമുക്കത് 6 ടൈപ്പാണ് നമുക്കത് പഠിക്കാനുള്ളത്. ഈ 6 ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോവുക. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ചോദ്യം ഉണ്ടാവും. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡറിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഷോൾഡറിന്റെ സ്ട്രക്ചർ നമുക്കതിൻ്റെ സ്കെലറ്റൽ സിസ്റ്റത്തിൽ തന്നെ നമുക്കതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ബോൾ ആൻഡ് സോക്കറ്റ് കാണപ്പെടുന്നത് ഷോൾഡർ ജോയിന്റ്സിലാണ്. ഷോൾഡറിന്റെ ജോയിന്റ്സിന് പറയുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് പറയും. ഹിഞ്ച് ജോയിന്റ് അടുത്ത ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. എൽബോ ജോയിന്റ്സിലാണ് ഹിഞ്ച് ജോയിന്റ് എന്ന് വരുന്നത്. എൽബോ ജോയിന്റ്സിൽ ഹിഞ്ച് ജോയിന്റ്. പൈവറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റോ ഒക്യുപെറ്റൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്. അറ്റ്ലാന്റോ ഒക്യുപെറ്റൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്ലൈഡിംഗ് ജോയിന്റ്സ് ആണ്. ഇൻട്രാ കാർപ്പൽസ് ജോയിന്റ്സ്, നമ്മുടെ വിരലുകളിലുള്ള ജോയിന്റ്സിനാണ് നമുക്ക് ഗ്ലൈഡിംഗ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. സാഡിൽ ജോയിന്റ്സ് ഓഫ് 1 മെറ്റാകാർപ്പൽസ് ആൻഡ് തമ്പ്. സാഡിൽ ജോയിന്റ് എവിടെയാണ്? ജോയിന്റ് ഓഫ് 1 മെറ്റാകാർപ്പൽസ്. കാർപ്പൽസ് ഉണ്ട്, മെറ്റാകാർപ്പൽസ് ഉണ്ട്. കാർപ്പൽസ് പറയാൻ നമ്മുടെ വിരലുകളുടെ ഭാഗം തന്നെയാണ് കാർപ്പൽസും. കൈവിരലുകൾ പറയുന്നത് കാർപ്പൽസും കാൽ വിരലുകൾ പറയുന്നത് ടാർസൽസും ആണ്, മാറിപ്പോകരുത്. അപ്പം സാഡിൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ 1 മെറ്റാകാർപ്പൽ ആൻഡ് തമ്പ്. തമ്പിന്റെ അവിടെ നിന്ന് എത്ര ഉള്ളത്? ഒരു മെറ്റാകാർപ്പലാണ് ഉള്ളത്. അപ്പം അവിടെയാണ് സാഡിൽ ജോയിന്റ് വരുന്നത്. അപ്പം ജോയിന്റ്സ് ഓഫ് 1 മെറ്റാകാർപ്പൽ ആൻഡ് തമ്പ്. തമ്പ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ പെരുവിരലാണ്. പെരുവിരലിൽ വരുന്ന ജോയിന്റ് ആണ് സാഡിൽ ജോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി കോണ്ടിലോയിഡ് ജോയിന്റ്സ് എന്ന് പറഞ്ഞത് റിസ്റ്റ് ജോയിന്റ് ആണ്. നമ്മുടെ റിസ്റ്റിൽ വരുന്ന ജോയിന്റിനെ പറയുന്നതാണ് കോണ്ടിലോയിഡ് ജോയിന്റ്. ഈ 6 ജോയിന്റുകൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നത് കൃത്യമായിട്ട് പഠിച്ചു പോവുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ഇപ്പം ഷോൾഡർ ജോയിന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആ ടൈപ്പ്.
ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഒരിക്കലും മാറിപ്പോരുത്. ഷോൾഡർ ജോയിന്റ് വരുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിലാണ്. 3-4 തവണ ഞാൻ ഈ ക്വസ്റ്റ്യൻ വിവിധ പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാഡിൽ ജോയിന്റ്, നമ്മുടെ തമ്പിൽ വരുന്നത് സാഡിൽ ജോയിന്റ് ആണ്. അപ്പം ഈ 6 ടൈപ്പ് സൈനോവിയൽ ജോയിന്റ്സിന്റെ 6 ടൈപ്പ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഞാൻ ഇതിനകത്ത് ചിത്രങ്ങൾ ചേർത്തിട്ടില്ല. നമ്മുടെ ചെറിയൊരു നോട്ടാണ്, ചെറിയൊരു ക്ലാസ്സാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു പോകാനും സിമ്പിളായിട്ട് മനസ്സിലാക്കാനും പറ്റുന്ന ഭാഗമാണ്. നമുക്ക് ആ മാർക്ക് ഒരിക്കലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ചെറിയൊരു ക്ലാസ് ആയിട്ട് നമ്മളത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജോയിൻസിനെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. സന്ധികൾ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിനെയാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ 230ഓളം സന്ധികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളതിൻ്റെ ഫങ്ഷണൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. മൂവബിൾ ജോയിൻറ്റ്സ് ഉണ്ട്, സ്ലൈറ്റ്ലി മൂവബിൾ ഉണ്ട്, ഫ്രീലി മൂവബിൾ ഉണ്ട്. ഈ മൂവബിൾ ആണ് ഫസ്റ്റ് പറഞ്ഞത്. ഇനി സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ അത് ഫൈബ്രസ് ജോയിൻറ്റും അതുപോലെ തന്നെ കാർട്ടിലേജ് ജോയിൻറ്റും സൈനോവിയൽ ജോയിൻറ്റ്സും. ഈ സൈനോവിയൽ ജോയിൻറ്റ്സിലെ 6 ടൈപ്പ് ഫ്രീലി മൂവബിൾ 6 ടൈപ്പ് ജോയിൻറ്റ്സുകൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിൻഡ് ജോയിൻറ്റ്, പൈവറ്റ് ജോയിൻറ്റ്, ഗ്ലൈഡിംഗ് ജോയിൻറ്റ്, സാഡിൽ ജോയിൻറ്റ്, കോണ്ടിലോയിഡ് ജോയിൻറ്റ്. ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. തീർച്ചയായിട്ടും 1-2 മാർക്ക് ഷുവറായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.